ഹലോ എവ്രിവൺ, വെൽക്കം ടു അൽജേത്ര എജു വ്ളോഗ്സ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ഓർഗൻസും ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് കണ്ണ്. നമ്മൾ കാഴ്ചകൾ കാണുന്നതും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതും ഈ കണ്ണിലൂടെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാൻ ഏത് കോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന്. പാരാമെഡിക്കൽ സ്ട്രീമിലെ ഇമ്പോർട്ടൻറ്റ് കോഴ്സായ BSc ഒപ്റ്റോമെട്രിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ഒപ്റ്റോമെട്രി? പലർക്കും ഒരു സംശയമുണ്ട്. ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നേത്രരോഗങ്ങളായ തിമിരം, ഗ്ലൂക്കോമ തുടങ്ങിയവയ്ക്ക് ശസ്ത്രക്രിയകളും ചികിത്സകളും നൽകുന്ന നേത്രരോഗ വിദഗ്ധനെയാണ് ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ചികിത്സകളും പരിശോധനകളും നൽകുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. കാഴ്ചക്കുറവ് കണ്ടുപിടിക്കുന്നതും കമ്പ്യൂട്ടറൈസ്ഡ് നേത്രപരിശോധന നടത്തി കണ്ണട, കോണ്ടാക്ട് ലെൻസ് എന്നിവ നിർദ്ദേശിക്കുന്നതും ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. മാത്രമല്ല, നേത്രരോഗങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് തിരിച്ചറിയാനും കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇവരെ കണ്ണിന്റെ പ്രഥമ ആരോഗ്യ സംരക്ഷകർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിത്ത് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം +2 റേ ഒപ്റ്റിക്കൽ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ കുറച്ചും കൂടെ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സാണിത്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ടാകുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജി, ഫാർമക്കോളജി, പത്തോളജി, അനാട്ടമി, വിഷ്വൽ ഒപ്റ്റിക്സ്, ബൈനോക്കുലർ വിഷൻ, ഒക്യുലർ ഡിസീസ്, കോണ്ടാക്ട് ലെൻസസ് എന്നിവയായിരിക്കും. ഈ കോഴ്സ് പ്രധാനമായിട്ടും കേരളത്തിലുള്ളത് മെഡിക്കൽ കോളേജുകളായിട്ടുള്ള ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കാലിക്കറ്റ് എന്നിവിടങ്ങളിലാണ്. ഇനി നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ കോഴ്സ് ഉള്ളത് എയിംസ്, ജിപ്മർ, ജാമ്യ ഹംദർദ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, കിങ് ജോർജ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ്. ഇനി ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒപ്റ്റിക്കൽ ആൻഡ് ലെൻസ് മാനുഫാക്ചറിങ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, റിസർച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യാം, ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാം, റീഫ്രാക്റ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒഫ്താൽമിക് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓൺ ക്ലിനിക്ക് ഒരു ഡോക്ടർ സഹായം ഇല്ലാതെ തുടങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഹയർ സ്റ്റഡീസിന് താല്പര്യമുള്ളവർക്ക് MSc ഒപ്റ്റോമെട്രി എടുക്കാം. അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അതായത് കോണ്ടാക്ട് ലെൻസിൽ, അതുപോലെ ന്യൂറോ ഒപ്റ്റോമെട്രി, ലോ വിഷൻ എയ്ഡ്സ്, സ്പോർട്സ് വിഷൻ, പിന്നെ പീഡിയാട്രിക് ഒപ്റ്റോമെട്രിയിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് PhD ചെയ്യണം എന്നുള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. BSc ഒപ്റ്റോമെട്രി കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.